വെൽക്കം ബാക്ക് ഡിയേഴ്സ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ചക്ക വരട്ടി കൊണ്ടുള്ള ഇലയട എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. ആദ്യം നമുക്ക് ചക്ക വരട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചക്ക മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് മുറിച്ച് അതിൻ്റെ ചവണിയെല്ലാം കളഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത ചക്കച്ചുളയാണിത്. ഇതിനെ നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. എൻ്റെ വീട്ടിലെപ്പോഴും ചക്ക വരട്ടി ഉണ്ടാക്കുക ഇതുപോലെയാണ് കേട്ടോ. ചക്ക ഇങ്ങനെ പ്രഷർ കുക്കറിലൊന്ന് വേവിച്ചതിന് ശേഷമാണ് ചക്ക വരട്ടി ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പണി കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിൻ്റെ അടിയിലൊക്കെ പിടിക്കും എന്നൊരു പേടിയുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് 1 കിലോ ശർക്കര ഒന്ന് പൊടിച്ചത് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ശർക്കരയൊക്കെ ഒന്ന് തിളച്ച് നന്നായിട്ട് ഉരുകി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതാ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഈ ശർക്കരപ്പാനി മുഴുവനായിട്ട് ചിലപ്പോൾ നമുക്ക് ചേർക്കേണ്ടി വരില്ല. അത് നമുക്ക് ഉണ്ടാക്കുന്നതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് ഒരു അരിപ്പയിലേക്ക് എങ്ങാനും ഒന്ന് ഇട്ട് അതിൻ്റെ വെള്ളം ഫുള്ളായിട്ടൊന്ന് വാർത്ത് കളയണം. വെള്ളം വാർത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കുറച്ച് വീതം എടുത്ത് ഒരു മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ചക്ക വരട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ചക്ക മുഴുവനായിട്ട് ഇതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഉരുളി ഉള്ളവർ ഉരുളി തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ശർക്കര പാനിയുടെ പകുതി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചക്കയുടെ മധുരം അനുസരിച്ചിട്ട് നമ്മൾ എടുക്കുന്ന ശർക്കര പാനിയുടെ അളവിലും വ്യത്യാസം വരും. അതേപോലെ തന്നെ എടുത്തിരിക്കുന്ന ശർക്കരയുടെ ഗുണവുമൊക്കെ അനുസരിച്ചിട്ടും വ്യത്യാസം വരും. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ചക്കയ്ക്ക് എത്രത്തോളം മധുരമുണ്ട് അതനുസരിച്ചിട്ട് നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. കുറച്ചുകൂടി മധുരം വേണം തോന്നിയപ്പോൾ ഒരു 1/4 ഭാഗം കൂടി ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് 1 കിലോ ശർക്കരയാണ് ഞാൻ ഉരുക്കിയിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഏകദേശം 3/4 ഭാഗം ശർക്കരപ്പാനി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്തോറും നമ്മളിതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ കുറച്ചൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. ഇങ്ങനെ വെള്ളം വറ്റാനായിട്ട് തുടങ്ങുമ്പോൾ അടുപ്പിച്ച് തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കഴിവതും കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ അടിയിലൊക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇത് അത്യാവശ്യം ഒന്ന് വരണ്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 3 ടീസ്പൂൺ ഡാൽഡ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡാൽഡയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യായാലും ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ നെയ്യുമില്ല അല്ലെങ്കിൽ ഡാൽഡ ഒന്നും ചേർക്കുന്ന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയായാലും ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വീണ്ടും നന്നായിട്ട് ഒന്നും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് വരട്ടിയെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് വീണ്ടും ഒന്നും കൂടിയിട്ടൊന്ന് തിക്കായിട്ട് വരുമ്പോൾ ഞാൻ വീണ്ടും 2 ടീസ്പൂൺ ഡാൽഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇനി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ വരട്ടിയെടുക്കാനായിട്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വരട്ടിയെടുക്കണം. ഇത് കുറച്ചുകൂടി കട്ടിയാകുന്നതിന് മുൻപായിട്ട് ഇലയട ഉണ്ടാക്കാനുള്ള ചക്ക വരട്ടി നമുക്കൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഞാനിപ്പോൾ 2 കപ്പ് ചക്ക വരട്ടി അതിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം കേട്ടോ. ഒരുപാട് കട്ടിയാകാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസാകാനും പാടില്ല. എന്നാൽ മാത്രമാണ് ഇലയട നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണോ അതനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് അപ്പം പൊടി അല്ലെങ്കിൽ ഇടിയപ്പം പൊടി ചേർത്ത് കൊടുക്കാം. വറുത്ത പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ളു ഉപ്പ്, ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി ചക്ക വരട്ടിയതും അതുപോലെ പൊടിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ച് ടൈറ്റാണ്. നമുക്കിത് കുറച്ചുകൂടി ലൂസാക്കി എടുക്കണം. നമ്മൾ ടേസ്റ്റൊക്കെ നോക്കുക. മധുരം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ.
എൻ്റെ ചക്ക വരട്ടിയത് നല്ല മധുരം ഉണ്ടായിരുന്നു. അത് കാരണം ഞാനിപ്പോൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നില്ല. പകരം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് ഇതൊന്ന് ലൂസാക്കി എടുക്കുന്നത്. വെള്ളം കുറച്ച് വീതം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോക്കുക. വെള്ളം കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലൂസായിട്ടുള്ള പാനി ചേർത്ത് കൊടുക്കരുത്. കുറച്ച് കട്ടിയാക്കി പാനി എടുത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതായിരിക്കണം ഇലയുടെ നല്ല സോഫ്റ്റായിട്ട് വരാനുള്ളൊരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഒരു വാഴയില എടുക്കാം. അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഇലയുടെ നടുക്കിലേക്ക് ഈ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നൈസായിട്ടൊന്ന് പരത്തി കൊടുക്കാം. എത്രത്തോളം കനം കുറച്ച് പരത്താമോ അത്രയും കനം കുറച്ച് പരത്താണെന്നുണ്ടെങ്കിൽ ചക്കയുടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒരേപോലെ എല്ലാ വശത്തേക്കും ഒരേ കനത്തിലൊന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മടക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് പൊട്ടി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഇലയുടെയും തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓൾറെഡി ചക്ക വരട്ടിയപ്പോൾ അതിനകത്ത് കുറച്ച് ഡാൽഡ ചേർത്ത് വരട്ടി എടുത്തുകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്തപ്പോൾ നെയ്യോ അല്ലെങ്കിൽ ഡാൽഡയോ ഒന്നും എക്സ്ട്രാ ചേർത്തിട്ടില്ല. ഇനി നിങ്ങൾ ഡാൽഡയോ അല്ലെങ്കിൽ നെയ്യൊന്നും ചേർക്കാതെയാണ് ചക്ക വരട്ടിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ചക്ക വരട്ടിയത് കൊണ്ട് മാത്രമല്ല ഫ്രഷ് ആയിട്ടുള്ള ചക്ക ഉപയോഗിച്ചിട്ട് കൂടി ഇതേപോലെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇതുപോലെ അല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് സാധാരണ ഇലയട തയ്യാറാക്കുന്നത് പോലെ അരിമാവ് കൊണ്ടുള്ള ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ തേങ്ങയ്ക്ക് പകരം ചക്ക വരട്ടിയ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാടൻ രീതിയിൽ വഴണയിലയിലും ചക്ക ഇലയട തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ആവി വരുന്നൊരു അപ്പച്ചെമ്പിൻ്റെ അകത്ത് വെച്ചിട്ട് 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈ സ്റ്റീമറിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഇലയുടെയും തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക അട ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ചക്ക ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചക്ക വരട്ടിയത് ഉപയോഗിച്ചിട്ട് ഇലയട തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.